മലപ്പുറത്ത് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ട്രാവൽസ് ഉടമ കോടികൾ തട്ടിയതായി പരാതി. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് ഭാരവാഹിയും ട്രാവൽസ് ഉടമയുമായ അഫ്സൽ വലിയ പടിയേക്കലിനെതിരെയാണ് പരാതി. 5.5 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെയാണ് യാത്രയ്ക്ക് നൽകിയിരുന്നത്. 100-ലധികം പേരിൽ നിന്നായി 8 കോടിയിലധികം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്നാണ് ആരോപണം. പണം ലഭിക്കാനുള്ള 50-ലധികം പേർ അഫ്സലിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. 2-3 പ്രാവശ്യം പേര് മാറ്റിയിട്ട് ഇതുപോലെ ആളുകളെ പല പ്രാവശ്യങ്ങളിൽ ഇപ്പോൾ 2019 ഇതുപോലെ ചെയ്ത് 18 സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളിത് അറിയില്ലായിരുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പല ആളുകളും നമ്മളായിട്ട് ബന്ധപ്പെടുന്നു. ഇപ്പോൾ രണ്ടത്താണിലുള്ള ഒരു സഹോദരൻ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഇനിയും 3.25 ലക്ഷം, അത് 2018 17 സംഭവിച്ചാണെന്ന്. ഇങ്ങനെ 5-10 ആളുകൾ ഇതുപോലെ അവൻ ചതിച്ചിരുന്നു. അത് ഓരോടൊക്കെ കേസ് കൊടുത്തോളി എന്ന് പറയാം. അവനെ കേസ് ആയിട്ട് എങ്ങനെ പോയാൽ അവനക്ക് സുഖമായിട്ട് ജീവിക്കല്ലോ. ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ കിട്ടുന്ന 50ഉം 10ഉം 100ഉം ക്യാഷുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ശേഖരിച്ച് അവസാനം ഇവൻ പറഞ്ഞ സംഖ്യയിലേക്ക് എത്തിയപ്പോൾ ആ സ്ത്രീ ആ ക്യാഷ് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഹജ്ജിന് പോകാന്ന് പറഞ്ഞിട്ട്. പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ വാക്സിനും എടുത്ത് എല്ലാ തയ്യാറെടുപ്പും നമ്മളെടുത്ത് ബാഗും പെട്ടിയും എല്ലാം കെട്ടി റെഡിയായി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞ് നിന്ന് അന്ന് പോകുന്ന രാത്രി 1 മണിക്കൂർ മുമ്പേ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് പോകാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ 2 വർഷമായി നമുക്ക് 1 രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല. യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ്, ആളുകളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത ശേഷം അഫ്സൽ നാട് വിട്ടോ? 2023-24 കാലയളവിലാണ് ഹജ്ജിന് സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞ് ഈ ദാറുൽ ഇമാൻ എന്ന ഹജ്ജ് ട്രാവൽസ് ഏജൻസി വഴി ഈ അഫ്സൽ ഈ ആളുകളെ സമീപിക്കുന്നത്. അദ്ദേഹം മലപ്പുറം തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയാണ്, ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. അതിന് പിന്നാലെ ഈ ആളുകളെ സമീപിച്ചതിന് പിന്നാലെ 120-ലധികം പേർ ഇയാൾ മുഖേന, ഇയാളെ ട്രാവൽസ് മുഖേന ഹജ്ജിന് പോകാൻ പണം നൽകി. അതിൽ 5.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെയാണ് ഇയാൾക്ക് ഈ ആളുകൾ ഹജ്ജിന് പോകാൻ പണം നൽകിയത്. ഈ ഹജ്ജ് യാത്രയ്ക്ക് സമയമായപ്പോൾ ഈ ആളുകൾക്ക് ഇയാൾ ഈ തീയതിയും നൽകിയിരുന്നു, ഹജ്ജിന് പോകാനുള്ള തീയതിയും നൽകിയിരുന്നു. പിന്നീട് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചില്ല. പിന്നീട് ഈ യാത്ര ക്യാൻസലായി എന്ന് ട്രാവൽസ് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് എയർപോർട്ട് നെടുമ്പാശ്ശേരിയിലും അതോടൊപ്പം കരിപ്പൂരിലും അടക്കം എയർപോർട്ടിലെത്തിയാണ് പലരും ഈ കാര്യം അറിയുന്നത്. 2 വർഷമായി പലതവണ ഇയാളോട് പണം ആവശ്യപ്പെട്ടു, പലതവണ വീട്ടിലേക്ക് പോയി, പല ആളുകൾ മുഖേന ഇയാളെ സമീപിച്ചു. എന്നിട്ടും ഇതുവരെ പണം നൽകിയില്ല, തിരിച്ചു നൽകിയില്ല എന്നുള്ള കാര്യമാണ് ഇവർ വ്യക്തമാക്കുന്നത്. 8 കോടിയിലധികം രൂപയാണ് ഇയാൾ വഞ്ചിച്ച് നേടിയത് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. അതിന് വർഷങ്ങളുടെ കാത്തിരിപ്പ് പലരും നിൽക്കാറുണ്ട്. കാരണം പണം കണ്ടെത്തി വലിയ ത്യാഗത്തിനായി പോകുന്ന ഒരു യാത്ര കൂടിയാണ്. ഇതിലൊരു സ്ത്രീയുടെ ഒരു കാര്യം ഈ പ്രത്യേകിച്ച് ഈ ആളുകൾ പറയുന്നുണ്ട്. 50ഉം 100ഉം അതോടൊപ്പം 200 രൂപയും കൂട്ടിവെച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് 5.5 ലക്ഷം രൂപയായി പിന്നീട് ഇത് ഇയാൾക്ക് കൈമാറി. പക്ഷെ ഈ സ്ത്രീക്ക് ഇപ്പോഴും ഹജ്ജിന് പോകാൻ സാധിച്ചില്ല, ആ പണവും തിരിച്ചു ലഭിച്ചില്ല. പ്രത്യേകിച്ച് വലിയൊരു മാനസിക സംഘർഷത്തിലാണ് ഈ ഒരു സ്ത്രീ ഉള്ളത് എന്നാണ് ഹജ്ജ് യാത്രയുടെ പേരിൽ നിരവധി പേരിൽ നിന്ന് ഈ പറയുന്ന അഫ്സൽ, ട്രാവൽസ് ഉടമ അഫ്സൽ കോടികളാണ് തട്ടിയെടുത്തത്. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്.